അയാളൊക്കെ ഉറക്കം അയാൾ വിളിച്ചിട്ട് പുറത്തോട്ട് വന്നില്ലല്ലോ. ഇതവൻ ഈ കൊച്ചുളപ്പാങ്കാലത്ത് വന്നിട്ട് ഉറങ്ങാനും സമ്മതിക്കുന്നില്ല. മാങ്ങാത്തൊലി രാവിലെ വിളിയാ. ഇന്ന് എന്താണ് പിള്ളേർ നല്ല ഉറക്കമാണല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ. ദൈവമേ എന്ന് കാത്തുകൊള്ളണേ, എല്ലാ പരസ്യക്കാരൻ്റെ രക്ഷിക്കണേ. ആരാന്ന് പോയപ്പോൾ നോക്കാം. ദൈവമേ, രാവിലെ 9 മണിയാണല്ലോ. പരസ്യക്കാരനാണല്ലോ. എന്താ ചെയ്യുക? കണ്ടത് കെണിയാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? ഇതിന് ഒരു പണിയില്ലേ? രാവിലെ ഇറങ്ങി എന്താൻ വേണ്ടി എന്ത് കഷ്ടം. ഇതാര്? ഗപ്പിയാ? ചേട്ടാ, ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്നതല്ല. എന്റെ പലിശ പൈസ എന്തേ? അതെ, ഇന്ന് ഇച്ചിരി ടൈറ്റായിരുന്നു മോനെ. ദിവസം തന്നാ മതിയാ? അടുത്ത ദിവസം പറ്റിയല്ല, എനിക്ക് ഇങ്ങനെ വേണം. ഇന്ന് 9 രൂപയല്ലേ? വൈകുന്നേരത്തേക്കാണ് മോനെ അറേഞ്ച് ചെയ്ത് തരാൻ. കാരണം എനിക്കൊരു പണിയുണ്ടേ, അത് ചെയ്തിട്ട് വേണം എനിക്ക് പൈസ തരാൻ വേണ്ടി. ഒട്ടും മേലെ വയ്യാത്തോണ്ട് ഒരു കാര്യം ചെയ്യാമോ? എന്ത് കാര്യം? ഞാനപ്പുറത്ത് ഒരിച്ചിരി പണി ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. എനിക്കൊട്ടും മേല, ദേഹവും കാലൊക്കെ ഭയങ്കര വേദനയായതുകൊണ്ട് നീ ഒന്ന് പോയി ചെയ്യാവോ? ചേട്ടാ ശമ്പളെങ്കിൽ മേടിച്ചു തരുമോ? ഞാൻ പലിശ വാങ്ങിക്കാൻ വേണ്ടി വന്നത്, അല്ലാണ്ട് പണി ചെയ്യാൻ വേണ്ടി വന്നതല്ല. അത് ശരിയാ, പക്ഷെ എനിക്ക് വയ്യാത്തോണ്ടാ. എനിക്കിന്ന് ആ പണിയാൻ പോയെങ്കിലേ തനിക്ക് പൈസ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ. അല്ല പിന്നെ ഞാൻ ഒരാഴ്ച കൂടി വരും. എന്തേ പറ്റുമോ? ആ പണിയെങ്കിൽ പണി, പലിശ കിട്ടും, ശമ്പളം കിട്ടും. ഓക്കെ, ഞാൻ ചെയ്യാം. എവിടെയാണ്? തൊട്ടപ്പുറത്ത് വീട്ടില്ല. ഉണ്ടെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാം. നല്ലതായിട്ട് പണിയണം. കൊള്ളാം, പലിശ വാങ്ങിക്കാൻ എന്നോട് ആജ്ഞാപിക്കണം. പണിയെല്ലാം കഴിഞ്ഞേട്ടാ. എന്നാ വാടങ്ങട്ട് കയറുവാ. നിന്റെ പലിശ എത്രയായിരുന്നു? 800. ഓക്കെ, അപ്പൊ ബാക്കി എനിക്ക് ഓക്കെ അല്ലേ? അപ്പൊ നിന്റെ പലിശ ഓക്കെ ആയില്ലേ? അല്ല ചേട്ടാ, എന്റെ പലിശ ഓക്കെ. അപ്പൊ എന്റെ പണിക്കൂലിയാ? അതെങ്ങനെയാടാ പണിക്കൂലി? നിനക്ക് നീ രാവിലെ എന്തിനാ വന്നേ? നീ രാവിലെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പലിശ വാങ്ങാൻ. അപ്പൊ നിന്റെ പലിശ ഞാൻ നിനക്ക് തന്നില്ലേ? 800 രൂപ പലിശ തന്നില്ലേ? നിനക്ക് ഞാൻ എന്താ വേണ്ടത്? അതെങ്ങനെ ശരിയാവാ? ഞാൻ രാവിലെ പലിശ വാങ്ങാനല്ലേ വന്നത്. എന്നെ പണിക്കൂണ്ട്, അപ്പൊ പണിക്കൂലി വേണ്ടേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇന്ന് ഉണ്ടായിരുന്ന പണി ഇത് ഞാൻ ചെയ്യാൻ വേണ്ടി വെച്ച പണിയാ. ആണോ? ഈ പണി ചെയ്തിട്ട് വേണം ആ പൈസ പൈസ തരാൻ വേണ്ടി. ആണോ? എന്തായാലും ഞാൻ പണിക്ക് പോകണം. ഞാൻ പണിക്ക് വിട്ട് വന്നാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. ആണോ? എന്റെ പണി ഞാൻ ചെയ്തവണ് നീ പോയി ചെയ്തു.
ആ പൈസ മേടിച്ചാ എനിക്ക് ആ പൈസ കിട്ടുമോ? എനിക്ക് പൈസ തരില്ലേ? അതിനല്ലേ നിനക്ക് 800 തരുന്നത് പലിശ. അപ്പൊ ശരിയല്ലേ? ഓക്കെ ആണോ? അപ്പോഴും പണിക്കൂലി കിട്ടിയില്ലല്ലേ? വീട് നടക്കണം എടാ, ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായോ? അതായത് ഞാൻ ചെയ്യേണ്ട പണിയാണ് നീ പോയി ചെയ്തത്. ഇന്ന് ഞാൻ പോയി അവിടെ പണിതാലാണ് എനിക്ക് ശമ്പളം കിട്ടത്തുള്ളൂ, ഞാൻ ആ പൈസ നിനക്ക് തരത്തുള്ളൂ. ശരിയാണോ? ഞാൻ ചെയ്യേണ്ട പണി നീ പണിതു, ആ ശമ്പളം നീ മേടിച്ചോണ്ട് വന്നു, നീ എടുക്കേണ്ട പൈസ നീ എടുത്തു. മനസ്സിലായോ? നിനക്ക് കിട്ടുന്ന പൈസ നിനക്ക് കിട്ടി, ബാക്കി 200 വേണ്ടേ? 10 പൈസ എടുത്തില്ല, ബാക്കി 200 ഉണ്ട്. 1000 രൂപ കിട്ടി, 800 നിന്റെ പലിശ കയ്യിലുണ്ട്. ബാക്കി 200 എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നിന്റെ പലിശ ഓക്കെ ആയോ? ഞാൻ പണിയേണ്ട പണിയല്ലേ നീ പണിതത്. ഓക്കെ ആണോ? ഓക്കെ. ആ എന്നാ ശരി, കിട്ടോ. അടുത്ത മാസം നേരത്തെ വരണം, ഞാൻ വേറെ പണിയുണ്ട്. അപ്പൊ സെറ്റ് തരാം. ആ നേരത്തെ ഒരു പണിയാണ് കേട്ടോ. ആ പോ. പലിശക്കാരനടാ. എന്തൊക്കെ പറഞ്ഞത്? ആ പലിശ കിട്ടിയാ